ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി റൊട്ടൈനാണ്. ഇന്നത്തെ വ്ളോഗ് സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജോഗ്രഫി കുറച്ച് നോട്ട് എഴുതാനുണ്ടായിരുന്നു. 7 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് എനിക്ക് എഴുതാനുള്ളത്. ക്ലാസ് കട്ടായിട്ട് അങ്ങനെയൊന്നും അല്ല കേട്ടോ. സാറ് വീട്ടിൽ നിന്ന് തന്നെ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെക്സ്റ്റിൽ നിന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോട്ട് സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ജോഗ്രഫീൻ്റെ ലെസൻ്റെ പേര് ലെസൺ 2 ആണ്. ഇൻസൈഡ് അവർ എർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ലെസനാണ് കേട്ടോ. നമ്മുടെ എർത്തിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ നോട്ട് എപ്പോഴും എഴുതുന്നത് ഫസ്റ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ ലെസൺ, ഇതിലേതെങ്കിലും ഒന്ന് എഴുതുണ്ടോ. ഞാൻ രണ്ടും മാറി മാറി എഴുതാണ്ട് ഒന്നെങ്കിൽ ലെസൺ 2 അല്ലെങ്കിൽ ചാപ്റ്റർ 2. ഞാൻ ഇപ്പോൾ പ്രാവശ്യം ചാപ്റ്റർ 2 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ആ ഒരു ലെസൻ്റെ പേര് അതിൻ്റെ അടിയിൽ ഒരു ലൈൻ വിട്ടിട്ട് ഞാൻ എഴുതും. എന്നിട്ട് അത് അണ്ടർലൈൻ ചെയ്തതിനു ശേഷം ഒരു ലൈൻ വിട്ടിട്ട് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതുണ്ടോ. അപ്പം ഇങ്ങനെയാണ് ഞാൻ നോട്ട് എഴുതി സ്റ്റാർട്ട് ചെയ്യുക. ഒരു ചാപ്റ്ററിൻ്റെ നോട്ട് ഞാൻ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാറ്. പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ലൈൻ വിട്ടിട്ട് ഫസ്റ്റ് ഒന്നെന്ന് ഇട്ടിട്ട് അതിൻ്റെ നേരെ ക്വസ്റ്റ്യൻസ് എഴുതാൻ തുടങ്ങും. ആ ക്വസ്റ്റ്യന് ശേഷം ഒരു ലൈൻ വിട്ടിട്ടാണ് ഞാൻ ആൻസർ എഴുതാൻ തുടങ്ങാറ്. പിന്നെ സ്കെയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അടിയിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ടാവും. വളയാണ്ടൊന്നും വരച്ചു കൊടുക്കും ഞാൻ നല്ല രസത്തിൽ. പിന്നെ എൻ്റെ ഇങ്ങനത്തെ കേഴ്സീവാണ്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കേഴ്സീവാണ്. നിങ്ങൾക്ക് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. 10ൽ എനിക്ക് എത്ര മാർക്ക് നിങ്ങൾ എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിന് തരുമെന്നൊന്ന് അറിയണം. അപ്പോൾ നിങ്ങളൊന്ന് 10ൽ എനിക്ക് എത്ര മാർക്ക് ഹാൻഡ് റൈറ്റിംഗ് തരുമെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ചിലപ്പോഴായിരിക്കും കമൻറ്റ് ബോക്സ് ഓൺ ആവുക. അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കമൻറ്റ് ബോക്സ് ഓൺ ആവണ കാര്യമൊന്നും. എൻ്റെ അങ്ങനെ പെട്ടെന്ന് ചില വീഡിയോസിനൊന്നും കമൻറ്റ് ബോക്സ് ഓൺ ആവാറില്ല. ചിലതിനൊക്കെ ഓൺ ആവും കേട്ടോ. ഞാൻ ഓൺ എന്നുള്ള സെക്ഷനാണ് ഇടുന്നതെങ്കിലും ചിലതൊന്നും ഓൺ ആവില്ല. അപ്പം ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാൻ പോകുന്നത് വാട്ട് ആർ ദ 3 ലെയേഴ്സ് ഓഫ് ദ എർത്ത്. ഇതാണ് 3 ലെയേഴ്സ് നമ്മുടെ എർത്തിൻ്റെ എന്നുള്ളതാണ് എഴുതിയത്. പിന്നെ അതിൻ്റെ ആൻസറൊക്കെ എഴുതി. പിന്നെ ഞാൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് എന്നുള്ള ഇട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ഇട്ടു. വാട്ട് ഈസ് എ റോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഇട്ടു. പിന്നെ റോക്ക് എന്താണ് എന്ന് അതായി അടിയിൽ ഞാൻ എഴുതി കൊടുത്തു. പിന്നെ എൻ്റെ ചാനലും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജും കൊടുന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പേര് ഞാൻ മുകളിൽ കൊടുക്കുന്നതായിരിക്കും. ധനുഷ് എന്നാണ് ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പേര്. അപ്പോൾ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസറൊക്കെ എഴുതുന്നുണ്ട്. ഇതിൽ കൂടുതൽ ഞാൻ ജിയോഗ്രഫി നോട്ട് എഴുതുന്നത് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. എനിക്ക് ഈ കമ്പ്യൂട്ടർ ടീച്ചറൊന്നും പണ്ടില്ല, എന്നാലും ഒരു ലെസൺ ഞങ്ങൾക്ക് എടുക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ്. അത് മിക്കവാറും 50 മാർക്കിൻ്റെ എക്സാമിന് ഉണ്ടാവും. അപ്പം പിന്നെ ഞാൻ അതിൽ എൻ്റെ നോട്ടിൽ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു. അത് ടീച്ചർ പറഞ്ഞിട്ടല്ല എഴുതി വെച്ചു. അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ക്യാമറ ഓൺ ആക്കിയതായിരുന്നു ഗൈസ്, പക്ഷെ അത് ഓഫാക്കി എടുക്കായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചില്ല. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് മലയാളം ഞാൻ കാണിക്കുന്നുണ്ട്. മലയാളം എനിക്ക് 4 ലൈൻ ബൈഹാർട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ 4 ലൈനും ഞാൻ ബൈഹാർട്ട് ചെയ്യുന്നത് അങ്ങനെയല്ല, ഇങ്ങനെ വായിക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. കുറച്ച് സെക്കൻഡേ ഉള്ളൂ കേട്ടോ അത്. അപ്പോൾ അതെ, നോട്ടൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട്. ഇത്തിരി സ്പീഡ് ഞാൻ കൂടുതലിട്ടാണ് ഈ എഴുതുന്നത് കാണിക്കുന്നത്, അല്ലെങ്കിൽ വീഡിയോ ഇന്നൊന്നും തീരത്തില്ല കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതുന്നതിന് തന്നെ 3 മിനിറ്റ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ മൊത്തത്തിൽ ചെറുതാക്കിയിട്ട് 4 മിനിറ്റ് 38 സെക്കൻഡ് ആക്കി. ശരിക്കും ഈ ഒരു വീഡിയോ 6 മിനിറ്റ് 50 സെക്കൻഡ് ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഇത്രയ്ക്ക് ആക്കിയതാട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും ഇത് കണ്ടുകൊണ്ട്. പിന്നെ കമൻറ്റ് ചെയ്യാൻ ഞാൻ ഇനി ഏത് തരം വീഡിയോസും കാര്യങ്ങളും ചെയ്യണം നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഉറപ്പായി അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യണതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കമൻറ്റ് ചെയ്യുക എങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യണം എന്ന് കേട്ടോ. ഞാനിങ്ങനെ ഒരേ വീഡിയോസ് എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു കണ്ടൻറ്റ് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ആ കണ്ടൻറ്റുള്ള വീഡിയോ ഉറപ്പായും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 7 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട് കേട്ടോ. ഏതാണ്ട് എൻ്റെ 7 ക്വസ്റ്റ്യൻ ആൻസറും തീരാറായിട്ടുണ്ട്. ഇപ്പോൾ അതേ 5ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ അതിൻ്റെ ബാക്കിയുള്ള ആൻസറൊക്കെ എഴുതി. പിന്നെ 6ാമത്തെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് പിന്നെ ഞാൻ കാണിക്കില്ല, ഇനി ഞാൻ മലയാളം എടുക്കും കേട്ടോ. അപ്പോൾ മലയാളം 5ാമത്തെ പാഠം ശിഷ്യനായ ഗുരു എന്നുള്ളതാണ്. ഫസ്റ്റ് 4 ലൈൻസ് ആണ് എനിക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതൊക്കെ പിന്നെ ആ ഒരു എഴുതിയത് ആരാണെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ച് വെക്കുന്നത് നല്ലതാണ്. എക്സാമിന് എന്തായാലും ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ്. അപ്പം ഞാൻ ഫസ്റ്റ് 4 ലൈൻ അണ്ടർലൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഞാൻ പഠിച്ചോളൂ. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അപ്പോൾ ശരി, അപ്പോൾ ഞാൻ ഇതൊക്കെ അണ്ടർലൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ബൈ.